നമസ്കാരം. ബലൂചിസ്ഥാന്റെ മോചനത്തിനായി പോരാടുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ ശക്തമായ മുന്നേറ്റമാണ് നടത്തിവരുന്നത്. പാകിസ്ഥാനിലെ ഗുസ്താർ പ്രദേശത്തിന്റെ നിയന്ത്രണമാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പിടിച്ചെടുത്തത്. അവർ നഗരത്തിനകത്തും പുറത്തുമുള്ള എല്ലാ റൂട്ടുകളിലും ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുകയും പാകിസ്ഥാൻ സുരക്ഷാ സേനയുടെ ആയുധങ്ങളും വാഹനങ്ങളും പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ബലൂചിസ്ഥാനിലെ പാകിസ്ഥാന്റെ അനധികൃത അധിനിവേശം അധികകാലം നീണ്ടു നിൽക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇപ്പോൾ പാകിസ്ഥാൻ ഗവൺമെന്റിന് നൽകുന്നത്. ഗുസ്താറിലെ ആക്രമണം പാകിസ്ഥാൻ സൈന്യത്തെ നേരിടാൻ തക്ക ശേഷിയിലേക്ക് തങ്ങൾ വളർന്നതായി കാണിക്കുന്നുവെന്നും ബലൂചിസ്ഥാന് ഉടൻ സ്വാതന്ത്ര്യം നൽകിയില്ലെങ്കിൽ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ ശക്തമായ ആക്രമണങ്ങൾ നടത്തുമെന്നും മറ്റു പ്രദേശങ്ങൾ കൂടി പിടിച്ചെടുക്കുമെന്നും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി വ്യക്തമാക്കി. കഴിഞ്ഞ 2 വർഷമായി BLA പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ നിരന്തരമായി ശക്തമായ ആക്രമണങ്ങൾ നടത്തിവരികയാണ്. തുടക്കത്തിൽ സൈനിക കോൺവോയ്കളെയാണ് ലക്ഷ്യമിട്ടതെങ്കിൽ ഇപ്പോൾ സൈനിക താവളങ്ങളിലേക്കും കണ്ടോൺമെന്റ് ഏരിയകളിലേക്കും ലക്ഷ്യം വ്യാപിപ്പിച്ചിരിക്കുന്നു. ഗുസ്താറിലെ ബലൂച്ച് സ്ത്രീകളോട് പാകിസ്ഥാൻ സൈന്യം മോശമായി പെരുമാറിയതാണ് ഗുസ്താർ പ്രദേശത്തിന്റെ പിടിച്ചെടുക്കലിലേക്ക് വഴിതെളിച്ചതെന്ന് BLA പറയുന്നു. കുറച്ചു ദിവസം മുമ്പ് ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയ ബലൂച്ച് സ്ത്രീകളോട് പാകിസ്ഥാൻ സൈന്യം വളരെയധികം ക്രൂരവും നിന്ദ്യവുമായിട്ടാണ് പെരുമാറിയത്. ഈ വാർത്ത പുറത്തുവരാതെ പാകിസ്ഥാൻ ഗവൺമെന്റ് ഒളിപ്പിക്കുകയും ചെയ്തു. ഇതിന് മറുപടിയായിട്ടാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഗുസ്താറിലെ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ ആക്രമണം നടത്തിയത്. തങ്ങളുടെ ദേശത്തിനെതിരെയും ജനതയ്ക്കെതിരെയും പാകിസ്ഥാനോ മറ്റേതെങ്കിലും വിദേശ ശക്തിയോ ഏതു തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയാലും തങ്ങൾ പ്രതിരോധിക്കുമെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും BLA വ്യക്തമാക്കി. പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ മാത്രമല്ല, ബലൂചിസ്ഥാനിൽ അനധികൃത ഖനനത്തിലും നിർമ്മാണ പ്രക്രിയകളിലും ഏർപ്പെട്ടിരിക്കുന്ന ചൈനക്കാർക്കെതിരെയും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ ബലൂചിസ്ഥാനെ പാകിസ്ഥാൻ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ നിന്നും മോചിപ്പിക്കുക എന്നത് ബലൂച്ച് ദേശീയവാദികളുടെ ദീർഘകാല ആഗ്രഹമാണ്. പാകിസ്ഥാൻ സൈന്യമാകട്ടെ അതിക്രൂരവും മനുഷ്യത്വരഹിതവുമായ അടിച്ചമർത്തൽ നടപടികളാണ് ബലൂച്ച് ജനതയ്ക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാന്റെ പ്രവിശ്യകളിൽ ഏറ്റവും വലുതും എന്നാൽ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ളതും ഏറ്റവും ദരിദ്രവുമായ പ്രദേശമാണ് ബലൂചിസ്ഥാൻ. ബലൂച്ച് ജനസംഖ്യയുടെ 70% അതീവ ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത്. ബലൂചിസ്ഥാനിലെ സമ്പന്നമായ വാതക ധാതുശേഖരം അന്യായമായി പാകിസ്ഥാൻ കൈക്കലാക്കുമ്പോഴും ബലൂച്ച് ജനതയുടെ വികസനത്തിനായി യാതൊരു നടപടികളും അവർ കൈക്കൊണ്ടിരുന്നില്ല. ഇതിനെതിരെ 2000-ന്റെ തുടക്കത്തിലാണ് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ ബലൂച്ച് ജനത പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയത്. പാകിസ്ഥാനും അമേരിക്കയും ബ്രിട്ടനുമൊക്കെ ബലൂച്ച് ലിബറേഷൻ ആർമിയെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും സമീപകാലത്ത് അംഗബലത്തിലും ആയുധശേഷിയിലും വളരെയധികം ശക്തമായ ഒരു സംഘടനയായി മാറിയിരിക്കുകയാണ് ബലൂച്ച് ലിബറേഷൻ ആർമി. തെഹ്രീക്കെ താലിബാനുമായി BLA സഖ്യത്തിലായതോടെ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ നേരിട്ടെതിർക്കാനുള്ള ശേഷി കൈവരിച്ചു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്.